വിലക്കപ്പെട്ട പ്രണയം ഭാഗം 62. ആമി കണ്ണു തുറന്നപ്പോൾ തന്നെ താനിപ്പോൾ ആശുപത്രിയിലാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എങ്ങനെ ഇവിടെ എത്തിയെന്നോ എന്തുകൊണ്ട് ഇവിടെ എത്തിയെന്നോ എന്നുള്ളതൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പതിയെ ഒന്ന് കണ്ണു തുറന്നപ്പോൾ തന്നെ ആദ്യം കാണുന്നത് 2 സിസ്റ്റേഴ്സിനെ ആയിരുന്നു. അവരുടെ ശ്രദ്ധ ആമിയിലേക്ക് നീങ്ങിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് അവർ കാണുന്നത്. വേഗം തന്നെ അവർ അവളുടെ അടുത്തേക്ക് എത്തി. ഉണർന്നോ? എങ്ങനെയുണ്ടിപ്പോൾ? രണ്ടുപേരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അല്പം പ്രായമുള്ളൊരു നേഴ്സ് വന്ന് അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ടാണ് അത് ചോദിച്ചത്. ആ ചോദ്യത്തിൽ തന്നെ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞുപോയി. എന്തിനാ കരയുന്നത്? എവിടെയെങ്കിലും വേദന വല്ലതും ഉണ്ടോ? ഇല്ല ലതാമ്മ. എന്തുകൊണ്ടോ ഈ നിമിഷം അവൾക്ക് ലതാമ്മയെ കാണാനായിരുന്നു തോന്നിയത്. എല്ലാവരും പുറത്തുണ്ട്. ഒരു ജാഥയ്ക്ക് പോകാനുള്ള അത്രയും ആളുകൾ തന്നെ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ ആ നേഴ്സ് പറഞ്ഞതും ആമി തലയാട്ടി. ഇപ്പം എങ്ങനെയുണ്ട്? ശരീരം വേദനയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? നേഴ്സ് അരുമയായി ചോദിച്ചതും ആമി ഇല്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവരെ തന്നെ നോക്കിക്കിടന്നു. അപ്പോൾ എന്തായാലും 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, BP ഒന്ന് കൂടിപ്പോയതാണ്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ. വളരെ സൗമ്യതയോടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നേഴ്സിനെ നോക്കി അവൾ ചെറിയ രീതിയിലൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇന്നലെ രാത്രി വന്നതാണ്. ഇന്നിപ്പോൾ സമയം രാവിലെ 11 മണിയായിട്ടുണ്ട്. അവളുടെ ചോദ്യത്തിൽ ഒരു പുഞ്ചിരിയോടെ നേഴ്സ് പറഞ്ഞതും അതിനും അവൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കൊണ്ട് ശരീരത്തിനാകെ ക്ഷീണം വന്നതാണ്. അതുകൊണ്ട് BP ഷൂട്ടായി ബോധം മറഞ്ഞതാണ്. ഇത്രയും സമയം ഒബ്സർവേഷൻ റൂമിൽ കിടക്കുകയായിരുന്നു ആമി. ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിയുന്നത് വരെ എല്ലാവരും പുറത്തു നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പുറത്തിരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും എല്ലാവർക്കും കയറി കാണാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ലതാമ്മയാണ് മുറിയിലേക്ക് കയറി ചെന്നത്. ക്ഷീണം തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടിക്ക്? അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ലതാമ്മ ചോദിച്ചതും ആമി ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് വെറുതെ ശരീരം ചീത്തയാക്കുന്നത്? ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. വാത്സല്യത്തോടെ പറയുന്ന ലതാമ്മയെ നോക്കി അവൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. 2 മണിക്കൂറിന് ശേഷം ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോയി. നടക്കാനുള്ള ആവത് പോലും ഉണ്ടായിരുന്നില്ല അവൾക്ക്. ശരീരമാകെ കുഴഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അത് പിന്നെ മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ ശരീരത്തിന് സുഖമില്ലാതെ ആവാൻ അധികം സമയം വേണ്ടി വരില്ലല്ലോ. മുറിയിലേക്ക് കിടത്തി അധികം താമസിക്കാതെ ലതാമ്മ കഞ്ഞിയുമായി അവളുടെ അടുത്തേക്ക് വന്നു. അവർ തന്നെ അത് അവളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തു. ഇനി എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ. ഒന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാ ക്ഷീണവും വേദനയൊക്കെ മാറും കേട്ടോ. ലതാമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അധികം വൈകാതെ തന്നെ മരുന്നിൻ്റെ പവർ കൊണ്ടാണോ എന്നറിയില്ല, അവൾ ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് കുറേ നേരം കഴിഞ്ഞാണ് ആമി ഉണരുന്നത്. കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ ശരീരത്തിന് വേദനയൊന്നുമില്ല എന്നവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ മുറിയിൽ പതിയെ ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. സമയം സന്ധ്യയാകാനായി എന്നവൾക്ക് മനസ്സിലായി. കണ്ണുകൾ പതിയെ ഒന്ന് ചിമ്മി തുറന്ന് ആമി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഉറക്കക്ഷീണം ഒന്ന് മാറാൻ കൈകളൊന്ന് മുകളിലേക്ക് വിടർത്തി നിവർത്തി. അങ്ങനെ കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഉയർത്തുന്നതിനനുസരിച്ച് അവളുടെ ഇത്തിരി ഇല്ലാത്ത ക്രോപ്പ് ടോപ്പും അതിനനുസരിച്ച് മുകളിലേക്ക് ഉയരുകയായിരുന്നു. അയ്യോ മതി! പെട്ടെന്നാണ് അരികിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആമി വേഗം തന്നെ കൈ താഴ്ത്തി കളഞ്ഞു. എബി. അവൾ കണ്ണുകൾ ഒന്നുകൂടി ചിമ്മി തുറന്ന് അതവൻ തന്നെയല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്തി. ഡ്രസ്സ് നേരെയിട്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും ആമി വേഗം തന്നെ ടോപ്പ് വലിച്ച് നേരെയിട്ടു. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? ഒരു നിമിഷം പോലും പാഴാക്കാതെ അടുത്ത നിമിഷത്തിൽ ആമി ദേഷ്യത്തോടെ അവനോട് തിരികെ ചോദിച്ചു. അതെന്താ? എനിക്കിവിടെ വരാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ. എൻ്റെ മുറിയിലേക്ക് എന്തിനാ വന്നിരിക്കുന്നത്? എനിക്ക് എൻ്റെ മുറിയിലേക്ക് ഞാനല്ലാതെ മറ്റാരും വരുന്നത് ഇഷ്ടമല്ല. ഇറങ്ങിപ്പോ. അവൻ പറഞ്ഞതുപോലെ തന്നെ അത്രയും ദേഷ്യത്തിൽ അവൾ അത് അവനോട് തിരികെ പറഞ്ഞു. കൊള്ളാം, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞു പഠിച്ചു വച്ചിരിക്കുവാണല്ലോ. അവൾ അങ്ങനെ പറഞ്ഞിട്ടും എബി അവളെ കളിയാക്കുന്ന രീതിയിലാണ് അവളോട് തിരികെ സംസാരിക്കുന്നത്. ആമി അതിന് അവനിൽ നിന്ന് മുഖം തിരിച്ച് കട്ടിലിൽ നിന്ന് ഇറങ്ങി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഡോർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തുറയുന്നില്ല. ഡോറിൻ്റെ താക്കോല് പൂട്ടിയെടുത്തിരിക്കുകയാണ്. ആമി ദേഷ്യത്തോടെ എബിയെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ കയ്യിൽ ഡോറ് പൂട്ടി താക്കോലിരിക്കുന്നുണ്ടായിരുന്നു. താക്കോൽ ഇവിടെ തരാൻ നോക്ക്. ആമി താക്കോല് തരുന്നതിന് വേണ്ടി അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. താക്കോലൊക്കെ ഞാൻ തരാം, നീ ഇവിടെ വന്നിരിക്കാദ്യം. ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് താക്കോല് തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഋഷിയേട്ടനെയും ലതാമ്മയൊക്കെ വിളിക്കും. ഓക്കെ, നിനക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ.
എബി വിട്ടുകൊടുക്കാതെ തന്നെ തിരികെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ആമി അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. നീ ഞാൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്ക്. മര്യാദയുടെ ഭാഷയിലാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്. ദേഷ്യം വന്നാൽ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അവൻ്റെ ശബ്ദത്തിലെ ടോൺ മാറുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം സംസാരിച്ചിരുന്നതിൽ നിന്ന് അവൻ്റെ ശബ്ദം അന്നേരം അല്പം പരുക്കമായി മാറിയിരുന്നു. അവൻ സാധാരണയായി സംസാരിക്കുമ്പോൾ അവനെ എതിർത്ത് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ പറയാനും ഒക്കെ തനിക്ക് ധൈര്യമുണ്ട്. പക്ഷേ ദേഷ്യത്തോടെ നിൽക്കുന്ന എബിയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും തനിക്ക് ഭയമാണിപ്പോഴും. അവൻ പറഞ്ഞതിന് അവൾ ഒന്നും മിണ്ടാതെ മൗനമായി നിന്നതേയുള്ളൂ. ഇങ്ങോട്ടിരിക്കെ. കട്ടിലിലേക്ക് ചൂണ്ടി എബി പറഞ്ഞതും അനുസരണയുള്ള കുട്ടികളെപ്പോലെ ആമി വന്ന് കട്ടിലിലേക്കിരുന്നു. എന്നെ നോക്ക്. ആമി മുഖം ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അതിലും വേഗത്തിൽ അവൾ ആ നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ തനിക്കാവില്ല എന്നുള്ളത് അവൾക്ക് നിശ്ചയമുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷമായോ? ശാന്തമായ ശബ്ദത്തിലായിരുന്നു അവൻ ചോദിച്ചത്. അവൻ്റെ സൗമ്യത നിറഞ്ഞ ശബ്ദം കേട്ടതും ആമി അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവനെ അങ്ങനെ നോക്കിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ എന്തിനോ ഒന്ന് നിറഞ്ഞു വന്നിരുന്നു. കരയരുത്. അവൻ്റെ ശബ്ദം വീണ്ടും ഗൗരവത്തിലേക്ക്. ആമി കണ്ണുനീരിനെ പുറത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തി. ചോദിച്ചതിന് ഉത്തരം പറയ്. വിഷമായോ ഇന്നലെ? ആമി അവനെ നോക്കാതെ തന്നെ മുഖം തിരിച്ച് അതേ എന്ന രീതിയിൽ തലയാട്ടി. ഒരൊറ്റ ദിവസം ഞാൻ നിന്നെ അങ്ങനെ അവഗണിച്ചപ്പോൾ നിനക്ക് ഇത്രയും വിഷമായി. ദെൻ യു ജസ്റ്റ് തിങ്ക് ഓഫ് മൈ സൈഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഐ ഓൺലി ഹാവ് എ ഫ്രണ്ട് ആൻഡ് ദാറ്റ്സ് യു. നിന്നോടല്ലാതെ ഞാൻ ആരോടും ഇത്രയും ഓപ്പണായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഐ തോട്ട് ദാറ്റ് യു വിൽ ബി ഓൾവേസ് വിത്ത് മീ. അങ്ങനെയൊക്കെ ചിന്തിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ എൻ്റെ വീട്ടിൽ നിന്ന് പോയി. ആൻഡ് ദാറ്റ്സ് ഓക്കെ ഫോർ മീ ബിക്കോസ് യു ആർ ഗോയിങ് വിത്ത് യുവർ ഫാമിലി. എനിക്കതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ എന്തിനായിരുന്നു നീ എന്നെ ഇത്രയും അവോയ്ഡ് ചെയ്തത്? അപ്പോൾ ആ സമയത്ത് എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നീ. എബി പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് എന്തർത്ഥത്തിലാണെന്നത് പോലും എബിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്കും ശരിക്കും വിഷമായ കാര്യമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ താഴെ ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. താഴെ വന്ന് നോക്കിയപ്പോൾ നിന്നെ കാണാതായപ്പോൾ തന്നെ ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ നീ അപ്പോഴേക്കും ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെയാണ് ഋഷി വിളിച്ച് പറയുന്നത് BP കൂടി നീ ഹോസ്പിറ്റലിലാണെന്ന്. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല, ഇങ്ങോട്ട് പോന്നു. അമ്മാമ്മ പുറത്തിരിക്കുന്നുണ്ട്. ആമി മുഖം ചരിച്ചിരുന്ന് അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണാൻ വന്നത് മറ്റൊന്നും പറയാനല്ല. നീ എന്നെ അവഗണിച്ചതിനും എന്നോട് സംസാരിക്കാതിരുന്നതിനും ഒന്നും നിന്നെ കുറ്റപ്പെടുത്താനോ നിന്നോട് പരാതി പറയാനോ വഴക്ക് കൂടാനോ ഒന്നിനുമല്ല. നീ ഇല്ലാതിരുന്ന എൻ്റെ അടുത്ത് നിന്ന് നീ മാറി നിന്ന ഈ ഒരു കുറച്ചു കാലം കൊണ്ട് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. യു ഹാവ് ഇൻഫ്ലുവൻസ്ഡ് മീ ദാറ്റ് മച്ച്. അവൻ പറഞ്ഞതും ആമി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. യെസ്, ഐ ആം ഇൻ ലവ് വിത്ത് യു. നിന്നെ മറക്കാനാവുന്നില്ല എനിക്ക്. ഐ ഹവ് ട്രൈഡ് എ ലോട്ട് ടു ഹേറ്റ് യു. പക്ഷെ അതിനും കഴിയുന്നില്ല. ഈ ഒരു കാര്യം നിന്നോട് തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇതിലിനി നിൻ്റെ തീരുമാനം എന്ത് തന്നെ ആയാലും ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു സേ യെസ്. അത് പറഞ്ഞ് അവൻ അവളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴും കേട്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാതെ ഇരിക്കുകയാണ് ആമി. ശരീരം മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ, മനസ്സ് മറ്റെവിടെയോ പാറി നടക്കുകയാണ്. അവൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് എബിക്ക് പോലും ചിരി വന്നു പോയി. അവളപ്പോഴും കണ്ണുമിഴിച്ച് ഞെട്ടലോടെ ഇരിക്കുകയാണ്. അവൻ അവളുടെ കവിളിന് ഒരരികിലേക്കൊന്ന് താഴ്ന്നു വന്നു. ശേഷം പതിയെ ഒന്ന് കവിളിലേക്ക് ഊതി. പെട്ടെന്ന് ചൂടുള്ളവൻ്റെ നിശ്വാസം കവിളിൽ വന്ന് പതിച്ചതും ആമി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ദ മൂൺ ഈസ് ഇൻ ലവ്, ഇസ്ൻ്റ് ഇറ്റ്? രഹസ്യം പോലെ അവൻ അവളുടെ കാതിൽ വന്ന് പറഞ്ഞു. അവൻ്റെ നിശ്വാസം വീണ്ടും ചെവിക്കരികിൽ വന്ന് പതിച്ചതും ആമി കണ്ണുകൾ വീണ്ടും ഒന്നുകൂടി ഇറുക്കി അടച്ചു കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും അവൻ്റെ അനക്കമൊന്നും ഇല്ലാതെയായതും അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ പോയി കഴിഞ്ഞിരുന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. അയ്യേ, അപ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നോ എന്ന് ചിന്തിച്ച് അവൾ സ്വയം തലക്കടിച്ചു. അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആമി കുളിക്കാൻ കയറി. കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴും ബാക്കിയുണ്ടായിരുന്ന ക്ഷീണം കൂടി തന്നെ വിട്ടുമാറിയിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി ഹാളിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും ആമി ഇനി ഇത് സത്യമാണോ അതോ തനിക്ക് തോന്നുന്നതാണോ എന്ന രീതിയിൽ അവിടെ തന്നെ അന്തിച്ചു നിന്നു. മുത്തശ്ശി. ആമി വീണ്ടും ഒന്ന് കണ്ണടച്ചു തുറന്നുകൊണ്ട് വിളിച്ചു. എന്താ, കണ്ണ് കാണുന്നില്ലേ നിനക്ക്? എന്നിലും പ്രായമായതുപോലെയാണല്ലോ കണ്ണോട്ട് നോക്കുന്നത്. കണ്ണട വെക്കേണ്ടി വരുമോ ഇനി? മുത്തശ്ശി അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും ആമി ആശ്ചര്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടിയെത്തി. എപ്പോൾ വന്നു മുത്തശ്ശി? അവൾ സോഫയിലേക്കിരുന്ന് മുത്തശ്ശിയെ വട്ടം ചുറ്റിപ്പിടിച്ചു.
ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, നീ ഉറക്കായിരുന്നല്ലോ. എന്നിട്ടെന്താ ലതാമ്മ എന്നെ വിളിക്കാതിരുന്നത്? അവൾ പരിഭവത്തോടെ ലതാമ്മയുടെ നേരെ തിരിഞ്ഞോട് ചോദിച്ചു. ഞാൻ വിളിക്കാതിരുന്നതൊന്നുമല്ല, നിന്റെ മുത്തശ്ശിയാ പറഞ്ഞത് അവളെ വിളിക്കണ്ട, അവൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ, ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കാണാമെന്ന്. അതിന് ആമി മുത്തശ്ശിയെ കൂർപ്പിച്ച് നോക്കി. നേരത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഓരോരോ അസുഖങ്ങൾ വരുത്തി വെക്കാനിരിക്കുവാണോ നീ? മുത്തശ്ശി അവൾ നോക്കിയപ്പോൾ തന്നെ അവളെ ശകാരിച്ചു. ആമി അതിന് മുത്തശ്ശിയെ വിഷമത്തോടെ നോക്കി. ഇനി ഇങ്ങനെ വല്ല കാര്യവും ഉണ്ടായാൽ നമ്മുടെ പറമ്പിൽ നല്ല പേര നിൽക്കുന്നുണ്ട്, പേരയുടെ വടി വെട്ടി അടിക്കും ഞാൻ നിന്നെ. മുത്തശ്ശി പറഞ്ഞതും ആമി അവരെ ചുണ്ടു പിളർത്തി നോക്കി. അഭിനയമൊന്നും വേണ്ട, ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, അറിയാലോ എന്നെ. താക്കീത് പോലെ മുത്തശ്ശി പറഞ്ഞതും ആമി അറിയാതെ തന്നെ അവൾ തലയാട്ടിപ്പോയിരുന്നു. ഇന്നലെ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാ അത് കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നിന്നത്? അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി ആ കാര്യം ചോദിച്ച് അവളെ പിണങ്ങി. കേട്ടോ ലതേ, രണ്ടും കൂടി കണ്ട കീരിയും പാമ്പും പോലെയാണ്. എപ്പോഴും അടിയിടിയാണ് വീട്ടിൽ. അവൻ പറയുന്നതിന് 10 എണ്ണം തിരിച്ചു പറയുന്ന ഇവളാണ് ഇന്നലെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ലതാമ്മയോട് മുത്തശ്ശി പറയുന്നത് കേട്ടതും ആമി രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് ദാ നമ്മുടെ കഥാനായകൻ കയറി വരുന്നത്. കൂടെ ഋഷിയും ഉണ്ട്. അവനോട് സംസാരിച്ചുകൊണ്ടാണ് വരവ്. ഇത് ഇത്തിരി മുമ്പ് സ്വപ്നത്തിൽ കണ്ടതുപോലത്തെ ഷർട്ടാണല്ലോ. അവൻ അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ആമി ചിന്തിച്ചു പോയി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവനെ മൈൻഡ് ചെയ്യാതിരുന്നു. നോക്കുമ്പോൾ അവൻ്റെ മുഖവും തികഞ്ഞ ഗൗരവത്തിലാണ്. അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം വെട്ടിച്ചു മാറ്റി. ദേ, രണ്ടുപേരും കൂടി അടിയിടിയൊക്കെ കൂടി അവസാനം ഇതുപോലെ എന്തെങ്കിലും വരുത്തി വെച്ചാൽ രണ്ടിനും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇവരുടെ ഈ ചെയ്തികളൊക്കെ കണ്ട് മുത്തശ്ശി വഴക്ക് പറഞ്ഞു. അന്നേരം ഇനിയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈയൊഴിഞ്ഞിട്ടുണ്ട്. അധികം നേരം അവിടെ നിൽക്കാതെ രണ്ടുപേരും ഇറങ്ങാനൊരുങ്ങി. മുത്തശ്ശിയോട് അവിടെ നിൽക്കാൻ ആമി ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ ഇന്ന് എബിയുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നതെന്നും മുത്തശ്ശി ഇതുവരെ ഫ്ലാറ്റിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എബി മുത്തശ്ശിയെ കൂട്ടി പോയിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴും ആമി കുറച്ചു മുൻപ് കണ്ട സ്വപ്നത്തിൻ്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ എന്തായാലും ഈ ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് തന്നെ അവളുടെ മനസ്സ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പോയി കഴിഞ്ഞതും ഋഷിയും ശ്രുതിയും ഒക്കെ അവളെ അല്പം വഴക്ക് പറയുക തന്നെ ചെയ്തു. രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അസുഖങ്ങൾ വരുത്തി വെക്കരുത് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അത് കേൾക്കാൻ താൻ ബാധ്യസ്ഥയായതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും മറുത്തു പറയാതെ അതെല്ലാം ആമി കേട്ടു നിൽക്കുക തന്നെ ചെയ്തു. രാത്രി മുറിയിലിരുന്നപ്പോഴും ആമിയുടെ ചിന്ത അതൊക്കെ തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുറിയിലേക്ക് വന്നു. പകൽ മുഴുവൻ ഉറക്കമായിരുന്നത് കൊണ്ട് രാത്രി ഇപ്പോൾ ഉറക്കം വരുന്നതുമില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.